സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്ര അതിൻ്റെ 12ാം ദിവസം ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ജില്ലകളിലെല്ലാം വലിയ ആരവവും ചർച്ചയുമായി മാറിയ യാത്ര തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളോട് ഇടുക്കി ജില്ല കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ കരീം സഖാഫി. ഉസ്താദെ, കഴിഞ്ഞ 8 ജില്ലകളുടെ പര്യടനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇടുക്കിയിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഇടുക്കിയിലെ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇതേവരെ വളരെ ആവേശകരമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷെയ്ഖുന വരൽ കാത്ത് ആളുകൾ കാത്തിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ പോകുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് പൗരാവലിയുടെ സ്വീകരണം നമ്മുടെ ഷെയ്ഖുന തന്നെ സ്ഥാപിച്ച ദാറുൽ ഫത്തഹിൽ നടക്കുന്നു. അതിനുശേഷം സിന്നമൻ കൗണ്ടിയിൽ സ്നേഹ വരുന്നുണ്ട്. 12:30 മണിക്ക് പത്രസമ്മേളനമുണ്ട്. വൈകുന്നേരം മങ്ങാട്ടുകവലിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അതിവിപുലമായ നമ്മുടെ പ്രകടനമുണ്ട്. ഗാന്ധി സ്ക്വയറിലെ വിശാലമായ മൈതാനിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന വിപുലമായ പൊതുസമ്മേളന പരിപാടിയുമുണ്ട്. ഇടുക്കിയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിലെ പ്രോഗ്രാമുകളൊക്കെ നേരത്തെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും മലമഴക്കുകളുടെ മടിത്തട്ടായ ഇടുക്കിയുടെ പ്രവേശനകമായ കവാടം സുൽത്താനുലമയെ എതിരേൽക്കാനും ബദർ ഉസ്താദ്, പേരോട് ഉസ്താദിനൊക്കെ എതിരേൽക്കാൻ ആവേശകരമായ ഒരുക്കമാണ്. അതിൻ്റെ വാഹനമാണ് ഈ നീണ്ടു കാണുന്ന വാഹന വ്യൂഹം എന്ന് പറയുന്നത്. രാവിലെ തന്നെ പ്രവർത്തകർ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളതാണ്. എങ്ങനെയായിരുന്നു പ്രചാരണങ്ങളൊക്കെ? ഇവിടെ ഓരോ തട്ടിലും വളരെ കൃത്യമായ പ്ലാനിങ്ങോട് പ്രചാരണങ്ങളൊക്കെ നടന്നു അല്ലേ? കൃത്യമായി പ്രചാരണങ്ങൾ നടന്നു. 27-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഉപയാത്ര ഭംഗിയായി നടന്നു. നൈറ്റ് മാർച്ചുകൾ അതിവിപുലമായി തന്നെ നടന്നിട്ടുണ്ട്. അതുകൂടാതെ ബൈക്ക് റാലി വളരെ അത്ഭുതകരമായ ഒന്നായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുള്ള ബൈക്ക് റാലി 2-3 ദിവസമായി നമ്മുടെ വാഹനം എല്ലാ ഗ്രാമങ്ങളിലും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടി ഭംഗിയായിട്ട് എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ അതാണ്, ഇടുക്കി എല്ലാ നിലക്കും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദിൻ്റെ വാഹനവ്യൂഹത്തെ സ്വീകരിക്കാൻ, കേരള യാത്രയെ സ്വീകരിക്കാൻ മറ്റു ജില്ലകളിലൊക്കെ കണ്ട ആവേശം അതേ രൂപത്തിൽ ഇടുക്കിയിൽ ആളുകളുടെ വാക്കുകളിലും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും കേരള യാത്രയുടെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ജില്ലകൾ, പ്രത്യേകിച്ച് ഇടുക്കിയൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മലയോര മേഖലയുള്ള ഹൈറേഞ്ചും ലോ റേഞ്ചുമുള്ള സ്ഥലമാണ്. വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ഒരുപാട് തവണ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇടമാണ്. അവിടെ ഉസ്താദ് എന്തായിരിക്കും പറയാൻ പോകുന്നത്? കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കാൻ പോകുന്ന നിർദ്ദേശങ്ങൾ എന്തായിരിക്കും? നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ്, സിറാജ്. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. ക്രിസാലിസ് ലേണിംഗ് ആപ്പ്. Your quest for excellence ends here. Contact 8086551999. Waytonikah.com, the exclusive Muslim matrimonial site.